എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലക്കാട്ട് മാടമന ശങ്കരനാരായണ നമ്പൂതിരി പറയുന്നു. സുഭാഷിതം. അയം നിജ പരോ വേതി ഗണനാലഘുചേതസാം ഉദാരചരിതാനാന്തോ വസുധൈവ കുടുംബകം. ഇവൻ ബന്ധു, ഇവൻ ശത്രു, ഇങ്ങനെയുള്ള ചില ചിന്താഗതികളൊക്കെ ഉണ്ടാവുമല്ലോ. അത് അല്പബുദ്ധികൾ ചിന്തിക്കുന്ന കാര്യമാണ് എന്നാണ് ഇവിടെ പറയണത്. എന്നാൽ ശ്രേഷ്ഠന്മാർക്ക് എങ്ങനെയാ? ലോകം തന്നെ തറവാട് എന്നാണ് പറയുക. ഇപ്പം സാധാരണയായിട്ട് നമ്മളെല്ലാവരും പറയാറുണ്ട് വസുധൈവ കുടുംബകം എന്ന്. അപ്പം എന്ത് ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, പലതരത്തിലുള്ളതായ ആൾക്കാർ, വ്യത്യസ്തമായ ഭാഷക്കാർ, വ്യത്യസ്തമായ വേഷക്കാർ ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണം എന്നാണ് ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട്. അല്ലാതെ ഇവൻ ബന്ധുവാണ്, ഇവൻ ശത്രുവാണ് എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സജ്ജനങ്ങൾ വേണ്ടത് എല്ലാവരും നമ്മുടെ ആൾക്കാരാണ്, എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എന്നൊക്കെയാണ് സാധാരണ പറയുക. അതുകൊണ്ട് സജ്ജനമായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക. ബന്ധു ശത്രു എന്നുള്ള ഭാവമൊക്കെ പരമാവധി വിട്ടുകൊണ്ട് ഉദാരവതികളാകുക, ശ്രേഷ്ഠമായ ചിന്താഗതിയുള്ളവരായി മാറുക. വസുധൈവ കുടുംബകം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. നന്ദി, നമസ്കാരം. അയം നിജ പരോ വേതി ഗണനാലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം.